ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗ്രോഹെ കൺസീൽഡ് ടാങ്ക് ഹാഫ് ഫ്രെയിം അതിനെ റീസ്റ്റോറേഷൻ അല്ല, നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഫസ്റ്റ് വെള്ളം ഇതിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഒന്ന് ചെക്ക് ചെയ്യുക, ഫ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ സൈഫണ്, പിന്നെ വെള്ളം പുറത്തേക്ക്, അതായത് ഫസ്റ്റ് വെള്ളം വരുമ്പോൾ എന്തായാലും കരടും കച്ചറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് രണ്ടാമത് നമ്മൾ ഫ്ലഷ് ചെയ്ത് ഫില്ലാക്കിയിട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നമുക്ക് ഉള്ളിലൊരു നോബ് ഉണ്ടാവും. അപ്പോൾ ആ നോബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നോബ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നൈലോൺ ട്യൂബ് താഴേക്ക് പുറത്തേക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ നോബിലുള്ള ചളിയൊക്കെ കൂടി നേരെ ഉള്ളിലേക്ക് പോയിട്ട് ടാങ്കിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ ടാങ്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഇതിപ്പോൾ നമ്മൾ പൈപ്പൊക്കെ പുറത്ത് ഏകദേശം ടാപ്പുകളും കോക്കുകളൊക്കെ തുറന്ന് വിട്ടതുകൊണ്ടായിരിക്കാം ഒന്ന് കച്ചറയൊന്നും ഇല്ലാത്തത്. എന്നാലും നമ്മൾക്ക് ഇനി ഫ്ലോട്ട് അയച്ച് നോക്കണം. ഫ്ലോട്ടിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ അതോ പൊടി എന്തെങ്കിലും ഉണ്ടോ എന്ന് അയച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നൈലോൺ ട്യൂബ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് പ്ലാസ്റ്റിക് പിരിയാണ്. അപ്പോൾ ക്രോസ് കയറിയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ മിക്ക വീടുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഓവർഫ്ലോ, കൺസീൽഡ് ടാങ്ക് ഓവർഫ്ലോ ആകുന്നത്. പിന്നെ ടെക്നീഷ്യനെ നമ്മൾ ബുക്ക് ചെയ്യണം, ഷോപ്പിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, അയാളെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ അയാൾക്ക് അത്രയും തിരക്കായിരിക്കും. അപ്പോൾ 1-2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ ക്ലയൻറ്റ് പുറത്ത് വാൽവ് പൂട്ടിയിടണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വാൽവൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് കൊടുക്കലൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പ്ലംബർമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണം. അതായത് നമുക്ക് ഫ്ലോട്ട് എങ്ങനെ അഴിക്കുക, എങ്ങനെ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കിതിന് ടെക്നീഷ്യനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക്കലി നമുക്ക് ടെക്നീഷ്യൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യുക. കാരണം പല ടെക്നീഷ്യന്മാരും പറയുന്നുണ്ട് ഇത് വലിയ കോംപ്ലിക്കേറ്റഡായ കേസുകളൊന്നും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഫ്ലോട്ട് അയക്കുക. ഫ്ലോട്ട് അയച്ച് കഴിഞ്ഞാൽ അതിൽ വാഷറുകളും അതിൻ്റെ ആക്സസറീസ് ഉണ്ടാവും. അപ്പോൾ അഴിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുക. പലപ്പോഴും ഞാനടക്കം ഉള്ള ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. എനിക്ക് പലപ്പോഴും അങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കലുണ്ട്. ഓടി ചെന്നിട്ട് ഈ ഓട്ടോമാറ്റിക് യൂണിറ്റിൻ്റെ വയറൊക്കെ കൊണ്ട് അഴിച്ചിടും. എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ മണിക്കൂറുകളോളം ഇതേതാ വയറ് അതേതാ വയറ് നോക്കി നിൽക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഫോട്ടോ എടുത്താൽ മതി. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, ഇതൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതെന്ന്. നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ ഊരിയത് അതേമാതിരി അതിലേക്ക് കുടുക്കിയിടുക. അപ്പോൾ ഇതിൽ ചിലത് എന്താ വെച്ചാൽ നമ്മൾ ഊരുന്ന മാതിരിയല്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ ടോപ്പിലാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പിന്നെ വാഷർ വന്നിട്ട് പിന്നെ അതിനൊരു ഒരു ടീത്ത് ഉണ്ട്. ആ ടീത്തിലേക്ക് ഈ ഒരു അടിയിൽ ഒരു ടീത്ത് ഉണ്ട്. ആ ടീത്തിലേക്കൊരു ചെറിയൊരു റണ്ണർ മാതിരി ഒരു സാധനം ഉണ്ട്. അത് ലോക്കായിട്ട് നിൽക്കണം. ലോക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോട്ട് അടിയിൽ വരുന്നത് ഒരു വെയ്റ്റ്ലെസ് ഈ തെർമോക്കോളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഊരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. വലിച്ചു ഊരരുത്. വളരെ സാവധാനം ഊരിയിട്ട് പിന്നെ ഇതുമാതിരി വെള്ളം കയറ്റിയിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഫ്ലോട്ട് നമ്മളൊന്ന് പൊക്കി നോക്കുക. ഫ്ലോട്ട് പൊക്കി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് വിട്ടിട്ടൊന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കുക. അപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഫ്ലോട്ട് ഓൾറെഡി പൊക്കുമ്പോൾ ഈ ഫ്ലോട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് ക്ലോസ് ആകുന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് റെഡിയാണ്, ഇത് ഓക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഉടനെ ഇത് ഒന്ന് വാൽവ് പൂട്ടിയിട്ട് നോബ് പൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. പിന്നെ അതോടുകൂടി തന്നെ നമ്മൾ സൈഫണൊക്കെ ഒന്ന് നോക്കുക, സൈഫൺ ചെക്ക് ചെയ്യുക.
ഇതിൻ്റെ സൈഫണിൽ ചിലപ്പം പൊടിയും കരടൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾക്ക് രണ്ടാമത് വാൽവ് തുറന്നിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ന്യൂമാറ്റിക് ആണ് സിസ്റ്റം, വളരെ ഈസിയാണ്, ഇൻസ്റ്റാളേഷനൊക്കെ ഈസിയാണ്. കൺസീൽഡ് ടാങ്കിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ളതും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു സാധനമാണ് ഗ്രോഹെ. അതിൻ്റെ ഫിറ്റിങ്സിൽ കേട്ടോ, ഫിറ്റിങ്സിൽ അല്ല ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിം ടാങ്കിലൊക്കെ ഇപ്പോൾ അവർ ആ പഴയ ബിൽഡ് ക്വാളിറ്റി ഒന്നും അവർ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഫ്രെയിമൊക്കെ കാണാം പീസായിട്ട്, ഫ്രെയിം വേറെയും അതിൻ്റെ പിന്നെ ടാങ്ക് വേറെയൊക്കെ ആയിട്ട് കാണാം നമ്മൾ എടുക്കുമ്പോൾ അതിന് ഊരി മാറുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി ടെക്നോളജി ജർമ്മൻ അത് ഓക്കെയാണ്. നമുക്ക് ഗ്രോഹേനെ കവച്ച് വെക്കാൻ വേറൊരു സാധനത്തിനും കഴിയില്ല. അതിൻ്റെ ആ പ്രത്യേകിച്ച് എക്സ്പെഷ്യലി അതിൻ്റെ ന്യൂമാറ്റിക് സിസ്റ്റം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലോട്ട് ഒന്ന് സൈഫൺ നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കുക. ഫ്ലഷ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ സോറി ഗൈസ്, അത് സൈഫൺ ഓവർഫ്ലോ ആവുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മളെ ഫ്ലോട്ട് കറക്റ്റ് സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് റീഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്തതിൽ എവിടെയോ അപാകത ഉണ്ട്. അതുകൊണ്ട് ഇത് ഓവർഫ്ലോ ആയിട്ട് കണ്ടോ ടാങ്കിൻ്റെ ടോപ്പിൽ കൂടെ വന്ന് സൈഫണിൻ്റെ ഉള്ളിൽ കൂടെ വരികയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി നമ്മൾ അഴിക്കുന്നുണ്ട്. അഴിച്ചിട്ട് എന്താണോ നമ്മളെടുത്ത ഒരു അപാകത പറ്റിയത് അത് നമ്മൾ പരിഹരിച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ത്രെഡ് ടൈറ്റ് ആയതോ പിന്നെ ഓവർ ടൈറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതായത് ആ ഫ്ലോട്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ലെവൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഈ ചെളി സിമെൻറ്റൊക്കെ, ഞാനിത് മുമ്പ് ഒരു വീഡിയോ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ഇതേ ഈ കൺസീൽഡ് ടാങ്കിൻ്റെത് വിട്ടിരുന്നു. എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിലേക്ക് സിമെൻറ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് ഫ്ലഷ് അടിച്ച് നോക്കാം. ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇതാണ്. അപ്പോൾ ടെക്നീഷ്യനെ കൂടാതെ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഒരു പ്ലംബർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും.